അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ആയിട്ട് ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ പായസത്തിൻ്റെ പേര് കുഞ്ഞിപ്പിടി പായസം എന്നാണ് കേട്ടോ. അതിനും വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ശർക്കര എടുത്തിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഞാനിവിടെ 3/4 കിലോ ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ആവശ്യമാണ് കേട്ടോ. ഞാനിവിടെ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിത് പത്തിരിക്ക് കുഴച്ചെടുക്കണ മാവ് പോലെ ഉണ്ടാക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ ഇത്. നമ്മുടെ ശർക്കര പാനിയൊക്കെ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. വേണ്ടവർക്ക് ഇതൊക്കെ ഒന്ന് തരിച്ചെടുക്കട്ടോ. കാരണം ഈ ശർക്കരയിൽ തന്നെ ചിലപ്പോൾ കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മളെ വെള്ളമൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അരിപ്പൊടി ഇട്ടെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. നമ്മൾ പത്തിരിക്ക് കുഴക്കേണ്ട അതേ പോലെ വേണം കേട്ടോ നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിതൊക്കെ ഒന്ന് തട്ടിലേക്ക് ഇട്ടെടുക്കട്ടോ. ഇതൊക്കെ ഒന്ന് പരത്തി കൊടുത്ത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മളിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചേർക്കി വെച്ച് തേങ്ങയില്ല, അതൊന്ന് കുറച്ചെടുത്തിട്ട് നല്ല ജീരകം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ ഇത്. ബാക്കിയുള്ള തേങ്ങ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ബദാം തോല് പൊളിച്ച് വെച്ചതൊന്നല്ല കേട്ടോ, നമ്മളെ കുഞ്ഞിപ്പിടി ഉണ്ടാക്കിയതാണേ. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിന്ന് ചെറുതാക്കി ഒരു ഉരുള പോലെ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പിടി ഇവിടെ റെഡി ആവുകയെ. ഇതേപോലെ ചെയ്ത് കൊടുക്കണേ. നമുക്ക് കുറച്ച് പൊടിയും കൂടെ അരിപ്പൊടിയും കൂടെ ഇവിടെ ആവശ്യമുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് തീരെ കട്ടയില്ലാത്ത പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ട ഉണ്ടാവരുത് കേട്ടോ. എന്നാൽ നല്ല വെള്ളമൊന്നും ആവാൻ പാടില്ല. ഒരു എന്താ പറയുക, നല്ലൊരു സ്ട്രക്ചറിൽ കിട്ടണേ നമുക്കിത് നേരത്തെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. ശർക്കര പാനിൻ്റെ കളർ തന്നെ മാറി വന്നൂലേ. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ. ഇത് അരിപ്പൊടിയല്ലേ, അതുകൊണ്ട് തന്നെ അതിൽ വീണ്ടും കട്ടയായിട്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ കട്ടയില്ലാത്ത രീതിയിൽ. നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായും കൂടി ഇട്ടെടുക്കാം. നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ ഈ ഏലക്കായ ഇട്ടാൽ. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. അരിപ്പൊടി പാർന്നുകൊണ്ട് തന്നെ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കൈ എടുക്കാതെ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയും നല്ല ജീരകം ഇട്ടിട്ട് അരപ്പില്ലേ അതും കൂടെ ഇതിക്കൊന്ന് ഒഴിച്ചു കൊടുക്കട്ടോ. വീണ്ടും ഇളക്കി കൊടുക്കട്ടോ. കണ്ടോ, നമ്മുടെ പായസം ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ അരിപ്പൊടി ഇട്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ ആയത്. നമുക്കിതിലേക്ക് നമ്മളെ കുഞ്ഞിപ്പിടിയും കൂടി ഇട്ടെടുക്കട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. പക്ഷേ ഈ ഷേപ്പിലാക്കിയ ഒരു പ്രത്യേക രസമാണ് കേട്ടോ കാണാനും കഴിക്കാനൊക്കെ.
നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കാരണം നമ്മളെ കുഞ്ഞിപ്പിടിയൊക്കെ ഒന്ന് അതിൽ കലങ്ങി പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കട്ടോ. ഇവിടെ 1-ാം പാല് 2-ാം പാല് എന്നൊന്നുമില്ല, ഞങ്ങൾ മൊത്തത്തിലൊരു പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളെ കുഞ്ഞിപ്പിടി ഇവിടെ വെന്താലേ കുഴപ്പമില്ല, വേവണേൻ്റെ മുമ്പ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കരുത്, അത് മൊത്തത്തിലൊന്ന് കലങ്ങി പോവേ. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകി വെച്ചത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ കമൻറ്റിലൂടെ. പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പം നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.